ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ മറിയത്തിൻ്റെയും മർത്തയുടെയും ലാസറിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 17 വാക്യം, നിന്നെ എനിക്ക് നന്നായി അറിയാം. ദൈവം മോശയോട് പറയുന്ന വാക്കുകളാണ്. ഇതുപോലെ ക്രിസ്തുവിനെ നന്നായി അറിയുന്ന ഒരു കുടുംബം, ആ കുടുംബത്തെയാണ് ഇന്ന് സഭ അനുസ്മരിക്കുക. 3 സഹോദരങ്ങളെയും യേശുവിന് നന്നായിട്ടറിയാം. മർത്ത യേശുവിനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. മറിയം യേശുവിൻ്റെ പാദത്തിലിരുന്ന് അവൻ്റെ വാക്കുകൾ കേൾക്കുന്നു. ലാസറിനെ യേശു മരണത്തിൽ നിന്ന് പോലും കൈപിടിച്ചുയർത്തുന്നു. മർത്തയ്ക്ക് മറിയത്തെപ്പറ്റി പരാതി ഉണ്ടാകുമ്പോഴും അത് പറയുന്നത് യേശുവിനോടാണ്. ലാസർ മരിച്ച് 4-ാം ദിവസം യേശുനാഥൻ അവിടെ എത്തുമ്പോൾ മർത്ത യേശുവിനോട് പറയുന്നുണ്ട്, നീ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് എനിക്കറിയാം. വലിയ ഉറപ്പാണ് അവളുടേത്. അന്ത്യദിനത്തിൽ പുനരുത്ഥാനമുണ്ടാകുമെന്നും അവൾ അത് വിശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ യേശുനാഥൻ അവളോട് ചോദിക്കുന്നത്, നീ വിശ്വസിക്കുന്നുവോ എന്നൊരൊറ്റ വാക്യമാണ്. അവൾ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. മർത്തയുടെ വിശ്വാസ പ്രഖ്യാപനമായിരിക്കണം ലാസറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ ഒരുപക്ഷെ നമ്മളുടെയും വിശ്വാസ പ്രഖ്യാപനം അസാധ്യമായ പലതിനെയും സാധ്യമാക്കി തീർക്കുമെന്നത് നമ്മൾ ഈ മർത്തയുടെ ജീവിതം കൊണ്ട് കണ്ടുപിടിക്കണം. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തുവെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പാദത്തിങ്കലിരിക്കുവാൻ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഭവനത്തിലെ ഏറ്റവും പ്രയാസകരം, മനുഷ്യന് ചെയ്യുവാൻ സാധിക്കാത്തതെന്തും ദൈവത്തിന് സാധ്യമാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വളരും. ലാസർ മരിച്ചു, അവനെ യേശു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതുപോലെയുള്ള അപൂർവ സഹോദരങ്ങളെ പോലെ ആകണം നമ്മുടെ കുടുംബങ്ങളും. ഇവിടെ അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യമില്ല. 3 സഹോദരങ്ങൾ ഒരു ഭവനത്തിൽ വസിക്കുന്നു. അപൂർവ സഹോദരങ്ങളെന്ന് വിശേഷണം ഇവർക്ക് നൽകുവാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും സഹോദര സ്നേഹം നിലനിൽക്കുവാൻ മർത്തയും മറിയവും ലാസറും നമുക്കും ജീവിത മാതൃകയാകട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ആമേൻ.